2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. LDF, UDF, BJP തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടമായി മാറും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പല സ്ഥലങ്ങളിലും ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇത്തവണ കൊല്ലത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പുതിയ തരത്തിലുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ചില സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില കണക്കുകൾ, രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴത്തേക്കും കൊല്ലത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, ചാത്തന്നൂർ, കൊല്ലം, ഇരവിപുരം, തീർച്ചയായിട്ടും ഈ 11 സീറ്റുകളിൽ എന്തെല്ലാം തരത്തിലുള്ള അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. ഇതിൽ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും 2021 LDFിന്റെ ഒരു തരംഗമായിരുന്നു എന്ന കാര്യം 100% ഉറപ്പാണ്. LDF 9 സീറ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു. UDF 2 സീറ്റുകൾ എന്നുള്ള കണക്കായിരുന്നു 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും. പക്ഷെ അത് മാറിയിട്ട് ഈ വരുന്ന 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും 2026 വമ്പൻ അട്ടിമറി നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പല സീറ്റുകളിലും ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. LDFിന്റെ കൈവശം നിലനിൽക്കുന്ന സീറ്റുകളിൽ പലതും കൈവിടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. ഓരോ സീറ്റുകളായിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യം കരുനാഗപ്പള്ളി നിലവിൽ UDFിന്റെ കൈവശമാണ്. തീർച്ചയായിട്ടും 2026 അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് UDFിന്റെ കൈവശം തന്നെ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. 2026 സർവേ റിസൾട്ട് നോക്കുമ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി ചവറയിൽ നിലവിൽ അത് LDFിന്റെ കൈവശമാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. UDFിന് അവിടെ സാധ്യതയുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. അവിടെ ഒരു LDF UDF ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറും. BJP വോട്ടുകൾ നിർണായകമാവുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും. ഇനി കുന്നത്തൂരിൽ നിലവിൽ അത് LDFിന്റെ കൈവശമാണ് നിലവിലുള്ളത്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും വോട്ടുകളുടെ കാര്യത്തിൽ LDFിന് കുറവ് സംഭവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. UDFിന് വോട്ട് കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും LDFിന് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കുന്നത്തൂർ നിലവിലും കാണുന്നു എന്നുള്ളത് എടുത്തു പറയണം. ഇനി കൊട്ടാരക്കര നിലവിൽ അത് LDFിന്റെ കൈവശമാണ്. അത് LDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നത്. പത്തനാപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിന്റെ കൈവശമാണുള്ളത്. അത് LDF നിലനിർത്താൻ തന്നെയാണ് സാധ്യതകൾ കാണുന്നത്. പുനലൂരിലേക്ക് വരുമ്പോഴത്തേക്കും പുനലൂർ നിലവിൽ അത് LDFിന്റെ കൈവശമാണ്. ആ സീറ്റ് എന്ന് പറയുന്നത് അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചടയമംഗലത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സീറ്റുകൾ മാറി മറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. LDF UDF ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. BJP വോട്ടുകൾ, അതായത് BJPക്ക് അവിടെ 22,000-ൽ കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. BJP വോട്ടുകൾ നിർണായകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ LDF UDF ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. കുണ്ടറ നിലവിൽ UDF സീറ്റാണ്. അത് UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യതകൾ കൂടുതലായി കാണുന്നത്. ചാത്തന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയാണ് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത്. കാരണം ചാത്തന്നൂർ നിലവിൽ LDF 1-ാം സ്ഥാനത്ത്, LDFിന്റെ കയ്യിലാണ് സീറ്റെങ്കിൽ പോലും തൊട്ട് പിന്നിൽ നിൽക്കുന്ന BJP ആണ് 2-ാം സ്ഥാനത്ത്. 3-ാം സ്ഥാനത്താണ് അവിടെ UDF എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം LDFിന് അവിടെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും വോട്ടുകൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. 2016 കണക്ക് നോക്കുമ്പോഴും 2021 കണക്ക് നോക്കുമ്പോഴത്തേക്ക് ആയാൽ പോലും ഭൂരിപക്ഷം നന്നേ കുറവാണ് അവിടെ LDFിന് കിട്ടിയിട്ടുള്ളത്. അതായത് 2016-നെക്കാട്ടിലും കുറവാണ് അവിടെ 2021 LDF ഭൂരിപക്ഷം നേടിയതെന്ന് പറയുന്നത്. അവിടെ BJPക്ക് 2016-നെക്കാട്ടിലും 10,000-ഓളം വോട്ടുകൾ 2021 കൂടിയിട്ടുണ്ട് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. അവിടെ 2026, അതായത് 5 കൊല്ലം കഴിഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ BJP വോട്ടുകൾ എത്രത്തോളം വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം. LDF വോട്ട്
വോട്ടുകൾ ഇനിയും കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ BJPക്ക് സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥലമായിട്ട് ചാത്തന്നൂർ മാറുന്നു. അവിടെ BJP നിർത്തുന്ന സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം. കരുത്തുറ്റൊരു സ്ഥാനാർത്ഥി നിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടമായി LDF, BJP, UDF തമ്മിൽ മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതിൽ BJPക്ക് വിജയസാധ്യത അവിടെ കാണുന്നുണ്ട്. LDF, BJP തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭൂരിപക്ഷം ഇനിയും നന്നേ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്ന സ്ഥലമായിട്ട് ചാത്തന്നൂർ മാറുന്നു എന്നുള്ളത് വ്യക്തമാണ്. കൊല്ലത്തിലേക്ക് ഇനി വരുമ്പോഴത്തേക്കും കൊല്ലം നിലവിൽ LDF സീറ്റാണ്. അത് UDFിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇനി ഇരവിപുരമാണ്. ഇരവിപുരം നിലവിൽ LDFിന്റെ കൈവശമാണ്. അവിടെ ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും LDFിന്റെ കൈവശം ആ സീറ്റ് ഒരു സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇനി ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ 11 സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും LDFിന്റെ കൈവശമുള്ള നിലവിലത്തെ സീറ്റുകളിൽ നിന്നും കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ മാറും എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് നിലവിൽ LDFിന്റെ കൈവശം 9 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് ഈ 9-ൽ നിന്നും അത് 6-ലേക്ക്, അതായത് 5-ഓ 6-ലേക്കോ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. അതേസമയം UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 2 സീറ്റുകളാണ് അവരുടെ കൈവശം നിലവിലുള്ളതെങ്കിൽ അത് മാക്സിമം പോയി കഴിഞ്ഞാൽ 4-ഓ 5-ലേക്കോ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇനി BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സീറ്റിലാണ് വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടി വരും. ബാക്കി പല സീറ്റുകളിലും വോട്ട് കൂടാനായിട്ട് സാധ്യതയുണ്ട്. നിർണായകമായിട്ട് BJP വോട്ടുകൾ മാറാനായിട്ടുള്ള സാധ്യത പല സ്ഥലങ്ങളിലുമുണ്ട്. അതായത് UDF, LDF വിജയസാധ്യത നിർണ്ണയിക്കുന്ന തരത്തിലോട്ട് BJP വോട്ടുകളും മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് LDFിന് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ അവരുടെ കൈവശമുള്ള സീറ്റുകളിൽ നിന്നും നല്ല തോതിലുള്ള ഒരു കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. UDF സീറ്റുകൾ പരമാവധി കൂട്ടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJPക്കും അവിടെ ഒരു വിജയസാധ്യത നിലനിൽക്കുന്ന സീറ്റ് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി സർവേ ഫലങ്ങളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിക്കുമോ? LDFിന് 2021-ൽ നേടിയ ഒരു തരംഗം നിലനിർത്താനായിട്ട് 2026-ൽ സാധിക്കുമോ? അതല്ല ഒരു തകർച്ചയിലേക്കാണോ? കൊല്ലം പോലുള്ള ഒരു സ്ഥലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട അതേപോലുള്ള ഒരു വലിയ തിരിച്ചടിയിലേക്ക് കൊല്ലം കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.